വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ടതാണ്. ഇന്നത്തെ വീഡിയോ എന്താണ്, അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ഫേസ് വാഷാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ എന്നെപ്പോലെ കുറച്ചെങ്കിലും ആൾക്കാർ കാണുമല്ലോ, അവർക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെട്ടെ എന്ന് കരുതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എന്തായാലും ഒന്ന് കയറി കാണാം കേട്ടോ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏത് തരത്തിലുള്ള ഫേസ് വാഷാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ഈ ഡ്രൈ സ്കിന്നാണ് കണ്ടുപിടിക്കേണ്ടത്, ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ മിക്കവാറും ഈ പൊരിച്ചിൽ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും എൻ്റെ സ്കിന്നിൽ. അപ്പം ഞാനങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ആളുമാണ്. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം എന്ന് വെച്ചാൽ ഈ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഫേസ് വാഷ് ഇങ്ങനെ യൂസ് ചെയ്യണമെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. എനിക്കറിയാവുന്ന ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8ലാന്ന് തോന്നുന്നു, 7ലോ 8ലോ അങ്ങാണ്ടാണ്. അപ്പം ഈ പോൺസിൻ്റെ പൗഡറായിരുന്നു നമ്മൾ വീട്ടിൽ മേടിക്കുന്നുണ്ടായിരുന്നത്. വലിയ പോൺസിൻ്റെ ടിന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയായിരുന്നു മേടിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം മേടിച്ചപ്പോൾ ഒരു ഫേസ് വാഷ് ഫ്രീ കിട്ടി. അപ്പോൾ നമുക്കിത് ഫേസ് വാഷ് ആണെന്നോ അന്ന് വലുതായിട്ട് നോക്കത്തുമില്ല. ട്യൂബിൽ അന്ന് മേടിക്കുന്നത് ഫേസിൽ ഉപയോഗിക്കുന്ന ക്രീമാണ്. അമ്മ പിന്നെ പണ്ട് ഫെയർ ആൻഡ് ലവ്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും നമ്മളങ്ങനെ എടുക്കാനും പോകത്തില്ല. പിന്നെ അമ്മ കാണാതെ അങ്ങനെ എടുത്താലായി. ആ പ്രായത്തിൽ നമ്മൾ അങ്ങനെ തരത്തുമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഫേസ് വാഷ് കിട്ടിയപ്പോൾ ഇത് ഫേസ് വാഷാണ്, ഇട്ടിട്ട് കഴുകി കളയണോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയതൊന്നുമില്ല. അത് ഇട്ടു, അതിൻ്റെ മേളിൽ പൗഡർ ഇട്ട് വന്നിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയി. അത് കഴിഞ്ഞ് ഒരു 1-2 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്ത് ഭയങ്കരമായിട്ട് പൊരിഞ്ഞ് ഇളകാൻ തുടങ്ങി. അപ്പോൾ അത് എന്തിൻ്റെയാണെന്നും യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പോൾ ഇത് തേക്കുന്നുണ്ട് എന്ന് ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞില്ല, അമ്മ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ മുഖത്തെ പാടുകളൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, ഇത് എന്താ ഫേസിൽ, ഇത് എന്തും ഇങ്ങനെ ഒരുമാതിരിയുള്ള പുഴുക്കടിയൊക്കെ വരുമ്പോൾ നമ്മുടെ ഇങ്ങനെ വരത്തില്ലേ, അതുപോലെ ഒന്ന് എൻ്റെ ഇവിടെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ഇവിടെ, പിന്നെ ഒന്ന് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വൃത്തികെട്ട രീതിയിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എന്തോരും വീട്ടിൽ പറഞ്ഞാൽ വഴക്ക് പറയും. അപ്പോൾ പിന്നെ ഞാനിത് 3-4 ദിവസം ഇത് മറച്ചുകൊണ്ടൊക്കെ നടന്നു. എങ്കിലും അമ്മ അത് കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ ഓരോരുത്തർ വീട്ടിൽ ബന്ധുക്കളായാലും ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും എനിക്ക് എന്നും ഹോസ്പിറ്റൽ കേസായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇതെന്താ എന്തെങ്കിലും ഇടാത്തതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇട്ട് നോക്കിയോ, എന്തെങ്കിലും അരച്ച് തേച്ചോ, അങ്ങനെയൊക്കെ ചോദിച്ചു ഡോക്ടർ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ, ഞാൻ ഇത് തേച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് ഡോക്ടറോട് പറഞ്ഞില്ല. അമ്മയ്ക്കത് വലിയ പിടിയില്ല. അമ്മ പറഞ്ഞില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. അമ്മ ഇത് കണ്ടുപിടിച്ചു. അതിന് എൻ്റെ കയ്യിൽ ഞാൻ പിറ്റേന്ന് ഇത് വാരി തേക്കുന്നത് അമ്മ കണ്ടു. അപ്പോൾ പിന്നെ എനിക്കത് തേക്കാതിരിക്കണ്ടേ, ചെയ്തില്ല. അത് തേച്ചങ്ങ് ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് വാങ്ങി. ഞാൻ വീഡിയോ എടുക്കാനിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടികൾ ഇതിൽ കൊടുത്തു. അപ്പോൾ ഇത് തേച്ചല്ല, പിറ്റേന്നാണെങ്കിലും അത് വാരി തേക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം അന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ കുറച്ച് മരുന്നും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ മരുന്ന് കിട്ടിയിട്ട് കുറച്ച് കുറവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയപ്പം അമ്മ ഈ ഫേസ് വാഷും കൂടെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇത് എങ്ങനെയായിരുന്നു ഇട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മുന്നേ ഇത് ഞാൻ പൗഡർ ഇടുന്നതിന് മുന്നേ നമ്മൾ ക്രീം തേക്കുന്ന പോലെ മുഖത്ത് തേച്ചു, എന്നിട്ട് അതിന് വേണ്ടി പൗഡർ ഇട്ട് ഇങ്ങനെ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇതേ ഫേസ് വാഷാണ്, ഇത് മുഖത്തിട്ടിട്ട് കഴുകി കളയേണ്ട സാധനമാണ്, അല്ലാതെ ക്രീമിൻ്റെ കൂട്ട് വാരി ഇടേണ്ട സാധനം അല്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ പോലും വന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫേസ് വാഷിൻ്റെ കഥ. ഒരു കാര്യമാണ് കേട്ടോ, ഫേസ് വാഷ് എന്ന് പറയുമ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫേസ് വാഷ് തേച്ച് പണി മേടിച്ച ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ആ സാധനം ഉപയോഗിക്കത്തേ ഇല്ല. പിന്നെ അത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ അലർജി പോലെ അത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് അന്ന് പോൺസിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ഒരു ഏതോ പോൺസിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വാഷ് ചെയ്ത് കളഞ്ഞായിരുന്നെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ലായിരുന്നായിരിക്കാം, എനിക്കറിയില്ല അതിനെപ്പറ്റി. അതൊക്കെ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിന് കയറിയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഫോൺ കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതും ഫേസ് വാഷ് ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്, അങ്ങനെയൊക്കെ അറിയുന്നതും. കോളേജിൽ പിള്ളേരൊക്കെ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോഴും നമുക്ക് അവരത് ഇടും, ഇത് യൂസ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കും അതിനെപ്പറ്റി അറിയാനൊരു ആകാംക്ഷയായി. അങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു. ഇപ്പോഴും ഡ്രൈ സ്കിൻ ആണോ അല്ലാതെ സെൻസിറ്റീവ് സ്കിൻ ആണോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അതിപ്പോഴും വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് ഞാൻ ഡ്രൈ സ്കിൻ ആണെന്നുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഡ്രൈ സ്കിന്നാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. എൻ്റെ കാലയിൽ പെട്ടെന്ന് തന്നെ ഈ തണുപ്പ്, ഈ ഒരു കാലാവസ്ഥയാകുമ്പം ഭയങ്കര
ചോറിന് ഇളകലും തൊലി ഇളകലും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ഹിമാലയയുടെ നീം ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് അനിയത്തിക്ക് ഇട്ടിട്ട് അവൾക്ക് മുഖത്തെ പിമ്പിൾസ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് ഇട്ടിട്ട് പുതിയത് വരുന്നില്ലെന്നല്ലാതെ വലിയ പിമ്പിൾസ് പോവി അങ്ങനെ ഒന്നും ചെയ്തില്ല. എന്ന് വെച്ചും എന്നാൽ ശരി ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് അത് വല്ലപ്പോഴൊക്കെ ഇടും, വല്ലപ്പോഴും ഒന്നും ഇടത്തില്ല. അങ്ങനെയായി. അങ്ങനെ മുഖൂര് വരുമ്പം ഭയങ്കര അങ്ങ് സ്കിൻ കെയറാണ്. പിന്നെ വെയിലടിച്ച് ആരെങ്കിലും കറുത്ത് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ചയും ഭയങ്കര അങ്ങ് സ്കിൻ കെയർ. പിന്നെ പണ്ടത്തേതിൻ്റെ പിന്നത്തേത് തന്നെയാവും. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു തവണ ആ ഫേസ് വാഷ് തീർന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോൾ നമ്മൾ ആ ഫേസ് വാഷ് നോക്കിയപ്പം ആ ഫേസ് വാഷ് ഇല്ല. ഹിമാലയയുടെ തന്നെ ഒരു അലോവേര ഡ്രൈനെസ്സിൻ്റെ ഒരു ഫേസ് വാഷ് കിട്ടി. എന്നിട്ട് പിന്നെ എന്നാൽ പിന്നെ എനിക്ക് എന്തായാലും ഹിമാലയയുടെ ഇല്ലേ, അന്ന് വലിയ ബോധം പൊക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് അതെടുക്കാമെന്ന് കരുതി അതങ്ങെടുത്ത്. അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാനത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് മുഖക്കുരു വരുന്നില്ല, വന്ന പിമ്പിൾസൊക്കെ പോകാൻ തുടങ്ങിയിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അത് തേച്ചിട്ട് നല്ല വ്യത്യാസമുണ്ട്. തേക്കാതിരിക്കുമ്പോൾ പിന്നെയും മുഖക്കുരു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ഫേസ് വാഷൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പം അത് യൂസ് ചെയ്യണം എന്നുള്ള ത്വര കാരണം ഞാനൊരു ഫേസ് വാഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് അധികകാലം ഒന്നും യൂസ് ചെയ്തില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഈ സാലിസിലിക് ആസിഡിൻ്റെ ജെൽ ഡെയിലി ഫേസ് വാഷ്. ഇത് ഡ്രൈ സ്കിന്നിന് അടിപൊളിയാണ്, പിമ്പിൾസ് പോവും. സാലിസിലിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്തു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല. പിന്നെ ഞാൻ തിരിച്ച് നമ്മുടെ ഹിമാലയ അലോവേര ഫേസ് വാഷിലോട്ട് തന്നെ വന്നു. പക്ഷെ അത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഫേസ് വാഷായിട്ട് തോന്നിയതായിരുന്നു കേട്ടോ. അതേ ഞാൻ ഇപ്പോൾ ഒരു 3-4 ട്യൂബ് ഇതേപോലുള്ള 3-4 ട്യൂബ് ഞാനത് വാങ്ങിച്ച് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ഇത് തീർന്നിരുന്നു. അപ്പോൾ അതെങ്ങനെ വാങ്ങിക്കും ഇപ്പം നോക്കി ഭയങ്കര റേറ്റ്. അപ്പോൾ പിന്നെ അതെങ്ങനെ വാങ്ങിക്കുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ശ്രീകുട്ടി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്ന സാധനമാണ് കേട്ടോ. ഇത് അത്രയ്ക്ക് അടിപൊളിയാണ്, നല്ലതാണ് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ടാണ്. അപ്പോൾ വേറൊരു ഫേസ് വാഷും ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഫേസ് വാഷ് യൂസ് ചെയ്താലും ഇതിൻ്റെ ഒരു ഇത് വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഉള്ള കാര്യം യൂസ് ചെയ്തിട്ട് സിൻസിയറായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് അടിപൊളിയാണ്, ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ പിമ്പിൾസ് ഒക്കെ വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നല്ലതാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. എനിക്കിത് ഉപയോഗിച്ച് നോക്കിയിട്ട് അത്രയും ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ് കേട്ടോ ഇത്. ഹിമാലയ മോയ്സ്ചറൈസിങ് അലോവേര ഫേസ് വാഷ്. അപ്പം ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഇത് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് എന്തായാലും മസ്റ്റായിട്ടൊന്ന് യൂസ് ചെയ്യുക, ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതിൽ നല്ല ഫേസ് വാഷ് കാണും കേട്ടോ. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിൽ നല്ല ഫേസ് വാഷ് കാണും, ഇല്ലെന്നല്ല. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമല്ലോ, ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് വാഷ് ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പേരെ മാത്രമേ പറയത്തുള്ളൂ. അപ്പം ഓയിലി സ്കിന്നിനൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നിന് എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത് പറയാം കേട്ടോ. നമ്മുടെ ഹിമാലയയുടെ ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത്. അപ്പോൾ ബാക്കി കുറേ ഫേസ് വാഷൊക്കെ ഞാൻ യൂസ് ചെയ്ത് പണി കിട്ടിയ ഒരാളാണ്. അപ്പം എത്ര യൂസ് ചെയ്താലും എത്ര പണി കിട്ടിയാലും പിന്നെയും പുതിയത് ഓരോന്ന് കാണുമ്പം അതിൻ്റെ പിന്നാലെ പോയി അതെല്ലാം കൂടെ മുഖത്ത് വാരി തേച്ചൊരു പരിവാവും. പിന്നെയും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇത് വാങ്ങി യൂസ് ചെയ്യും കേട്ടോ. ഇതാണ് എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ട് ഇഷ്ടമായാലും എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ സീ.